Origins Cock, Balti, writer, director, Unni ശിവലിംഗം. അഡീഷണൽ ഡയലോഗ്സ് റൈറ്റർ ടി ഡി രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ. ഈ സിനിമയുടെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സായി അഭയങ്കറാണ്. പുള്ളി നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് 20 വയസ്സേ ഉള്ളൂ. ആസാക്കൂട പാട്ട് ചെയ്തിട്ട് വൻ വൈറലായ അദ്ദേഹം. സ്കോറ് തുടക്കത്തിൽ ഓവർ ഡൂയിങ് ആയിരുന്നു, കാരണം സിനിമയും ബിഗിനിങ്ങിൽ ഭയങ്കര ഓവർ ഡൂയിങ് ആയിരുന്നു. അദ്ദേഹം വിശദമായി പറയാം. സ്കോറും സോങ്സും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ സിനിമ ഗ്രിപ്പായതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പരിപാടി മാറി. അവസാനമൊക്കെ നെരിവട്ട സ്കോറിങ്. ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദാണ്. അറിയാലോ, റേഞ്ച് അറിയാലോ, പുള്ളിയുടെ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അലക്സ് ജെ പുള്ളിക്കലാണ് DOP. നല്ല വർക്ക്, ഈ പടത്തിൻ്റെ മൂഡ് പിടിച്ചുള്ള വർക്ക്, എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസിലൊക്കെ നന്നായിട്ട് തന്നെ അത് നമുക്ക് മൂഡ് കിട്ടുന്ന രീതിയിൽ തന്നെ പുള്ളി ലൈറ്റപ്പും കാര്യങ്ങളും. പിന്നെ കട്ട്സ് ശിവകുമാർ വി പണിക്കറാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ കോമ്പിനേഷൻ നല്ലതായിരുന്നു. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഫൈറ്റ് സീക്വൻസിലും ലാസ്റ്റ് പട്ടേന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആക്ഷന് നല്ല പ്രാധാന്യമുള്ള സിനിമയാണ്. ആക്ഷൻ സന്തോഷം വിക്കി ചേർന്നിട്ടാണ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം മെൽവീജയാണ്. ട്രെൻഡ്സിലെ ഷർട്ട്സാണ് ഷൈനി ഇടുന്നത്. എനിക്ക് മനസ്സിലായത് ഷൈനി ഇതിലിട്ട ഷർട്ട് എനിക്കുണ്ട്. മൾട്ടി ഒരു ബൈലിംഗ്വൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഒരു സെറ്റിംഗ് സിനാരിയോ എന്ന് പറയുന്നത് ഒരു തമിഴ് കൾച്ചറാണ്. അതിർത്തി ഗ്രാമമാണ് കേരള തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കൾച്ചർ, അവിടുത്തെ രീതികളാണ് മൊത്തത്തിൽ. അവിടെയുള്ള ഫെസ്റ്റിവൽസ് ആയി കഴിഞ്ഞാലും ആളുകളുടെ ജീവിത രീതി ആയി കഴിഞ്ഞാലും ഡ്രസ് കോഡായി കഴിഞ്ഞാലൊക്കെ തന്നെ. പിന്നെ കബഡി കളി, ഷെയ്നും വേറെ 3 പിള്ളേരും. പിന്നെ ഇതിൻ്റെ ജോണർ പറയുകയാണെങ്കിൽ ഒരു ഗാങ് വാർ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗാങ് വാർ പരിപാടി. ആക്ഷൻ ഓഫ് കോഴ്സ്, പിന്നെ കുറച്ച് ത്രില്ലർ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന പരിപാടിയാണ്. പടം ബിഗിനിങ്ങിൽ എനിക്ക് ഇത് എന്താണ് ഒരു 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 ഭയങ്കര ഓവർ ഡൂയിങ്. ഞാൻ നേരത്തെ പറഞ്ഞേ, ഭയങ്കര, അതായത് എക്സസ് ആയിപ്പോയി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്ത്. അതായത് ഇവരെ ഈ പിള്ളേരെ കളിയുണ്ടല്ലോ, ഈ അവരുടെ ഒരു കോളനി, അവിടെയുള്ള ആളുകൾ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് അത് കാണിക്കാൻ വേണ്ടി ഒരുപാട് സ്കോർ, ഒരുപാട് സോങ്സ്, ഒരുപാട് സീൻസ് അങ്ങനെ വന്നിട്ട് ഒരു ഇങ്ങനെയാണ് തുടക്കത്തിലേ കണ്ട്. ഷെയ്ൻ്റെ ഒരു സിമ്പിൾ ഇൻട്രോ ആണ്, അങ്ങനെ മാസീവ് ഹീറോയിക് ഇൻട്രോ ഒന്നുമല്ല. പിന്നെ കൂടെയുള്ള 3 പേര്, ഒന്ന് ശാന്തനു ഭാഗ്യരാജ്, തമിഴ്നാടൻ. അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട്, 30-39 വയസ്സുണ്ട്. ഷെയ്നെ കാണാം 10 ഇയർ എൽഡറാ. പക്ഷേ ആ ഒരു കെമിസ്ട്രി വർക്കായിട്ടുണ്ട്. പുള്ളി കുറച്ച് സ്ലിം ആയിട്ട് അതിലുള്ളത്. പുള്ളി അത്ര ഏജ് തോന്നുന്നില്ല. ആ ഗ്യാങ്ങിൽ ആ ഒരു പിയർ ഗ്രൂപ്പായിട്ട് അങ്ങ് സെറ്റായി പോകുന്നുണ്ട് ശാന്തനു. പുള്ളിയുടെ പേര് സുമാർ മൂഞ്ചി കുമാർ. പുള്ളി പണ്ടഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ, ഏഞ്ചൽ ചോൺ, 2009. പിന്നെ സക്കര കെട്ടി അറിയാലോ, എല്ലാവർക്കും സോങ് അറിയാലോ, ടാക്സി. പിന്നെ ഗ്യാങ്ങിലുള്ള 2 പേര് ശിവ ഹരിഹരനും ജക്സൺ ജോൺസണും. 2 പേരും നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു റൂട്ടഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, തമിഴ് റൂട്ടഡ് ആയിട്ടുള്ള ആ പ്രദേശത്തുള്ള എല്ലാ പരിപാടികളും ഉണ്ടല്ലോ, അതൊക്കെ ഇമോഷൻസും ആക്ഷൻസിൽ ഒരു പരിപാടി ഡ്യൂപ്പൊന്നുമില്ലേ, അടി തന്നെയാണ്. വീണ് മറഞ്ഞ് ചാടി അടി തന്നെ. പിന്നെ ഓവർ പരിപാടിയില്ല. ഇപ്പോഴുള്ള സ്ഥിരം ആണല്ലോ, കഴുത്ത് ഇങ്ങനെ ഒറ്റ വീട്ടിന് കഴുത്ത് പോവുക, കൈ തെറിച്ച് പോവുക, അങ്ങനെയല്ല. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിത് റിയലായിട്ട് പരിപാടി നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നല്ല രീതിക്ക് വയലൻസ് ഉണ്ട്. ഇങ്ങനെ ഓവർലോഡഡ് ആയിട്ട് തന്നെ ഇങ്ങനെ പോവുക പടം. പ്രീതി അസ്രാണിയാണ് നായിക കഥാപാത്രം, ചാലാക്കാരി, ഒരു പൂക്കാരിയായിട്ട്. പിന്നെ ഷെയ്നായിട്ടുള്ള കോമ്പിനേഷനൊക്കെ നന്നായിരുന്നു. അധിക സീൻസ് ഒരു കോമ്പിനേഷൻ ഇല്ല. പിന്നെ അറിയാലോ, സോങ് കബഡി സോങ്. സെൽവരാഘവൻ ഇതിൽ കിട്ടുവരുന്ന നല്ല കാസ്റ്റിംഗ് ആണ്. സെൽവരാഘവൻ. പോർത്താമരി ഭൈരവൻ, കാലഭൈരവൻ്റെ ഫാനാണ് പുള്ളി. മറ്റേ വട്ടിക്ക് പലിശ കൊടുക്കുന്നത്, വട്ടിപ്പലിശൻ്റെ ആളാണ്. പുള്ളിയുടെ കുറേ ഉണ്ട്, ജംബോ വട്ടി, റോക്കറ്റ് വട്ടി, എക്സൽ വട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പുള്ളി നല്ല സെറ്റിലായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. അതായത് അങ്ങനത്തെ വില്ലന്മാരുണ്ടല്ലോ, അങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തിറക്കുന്നത്, അത് പുള്ളി നല്ല കിടുകടി ചെയ്തിട്ടുണ്ട്. വേറെ 2 വട്ടിക്കാർ കൂടെ ഉണ്ട്. ഒന്ന് അൽഫോൺസ് പുത്രൻ ചെയ്ത കഥാപാത്രം സോഡാ ബാബു. പുള്ളിക്ക് സോഡാ കച്ചവടമാണ്, അതോടൊപ്പം തന്നെ വട്ടിയും. പുള്ളി അധികമില്ല, ഉള്ളതൊക്കെ പുള്ളിയുടെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുള്ള ജീമ എന്ന് പറയുന്ന സ്ത്രീ വട്ടിക്കാരി. ഈ വട്ടിക്കാരി കഥാപാത്രം ചെയ്തിരിക്കുന്നത് പൂർണ്ണിമ എന്ത്രയത്ത് നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് വെറുപ്പിക്കാതെ ഓവറാക്കാതെ. കാരണം സ്ത്രീ കഥാപാത്രങ്ങൾ മിക്ക സിനിമകളിൽ ഇങ്ങനത്തെ കുറച്ച് മാസീവ് കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഓവറാക്കാറുണ്ട്. ഇതിൽ അതില്ല. ഈവൻ സ്മോക്കിംഗ്, നല്ല റിയൽ സ്മോക്കിംഗ്, നല്ല വലി. ഒരു ദോശക്കട ഫൈറ്റ് ഉണ്ട്. അത് മുതലാണ് പടം ഒന്ന് ഗ്രിപ്പിംഗ് ആയത്. പടം ഇങ്ങനെ പതുക്കെ കയറി വരാൻ തുടങ്ങിയത് ആ ഫൈറ്റ് മുതൽ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഉദയസൂര്യൻ വന്നേ മാനത്ത് പറഞ്ഞ ഒരു സോങ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. നൈസ് ഫൈറ്റ് ആയിരുന്നു. കബഡി കളി തുടരുന്നുണ്ട്. സൈഡിൽ കൂടെ കബഡി കളി ഇടയ്ക്കിടയ്ക്കുണ്ട്. ചാലക്കാരി എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ലവ് സോങ്. ദാറ്റ് വാസ് നൈസ്. ഇത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് നമ്മുടെ വിനായക് ശശികുമാർ. അങ്ങനെ പോകുന്ന ഒരു ഇൻ്റർവെൽ പഞ്ചോറ് കൂടി ഒരു എലവേഷൻ സീൻ, ആ ഫൈറ്റും കിട്ടുമായിരുന്നു, ഇൻ്റർവെൽ ഫൈറ്റ്. വേറൊരു കാര്യം, ഡയറക്ടർക്ക് പണി അറിയാം എന്ന് സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം വളരെ ക്രിഞ്ചായി പോകേണ്ട പല സീൻസും ഉണ്ട്. സിനിമാറ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല.
പിന്നെ അതിൽ പെർഫോമൻസ് വലിയ ഘടകമാണ്. എല്ലാ ആളുകളും ഇൻക്ലൂഡിങ് ജൂനിയേഴ്സ്, ഞാൻ പറഞ്ഞു പുറകിലുള്ള ആളുകൾ. പിന്നെ ഡയലോഗ്സിനൊക്കെ ഒരു സീൻ മാറുമ്പോൾ അടുത്ത സീനിലേക്ക് ഡയലോഗ്സിന് കൊടുക്കുന്ന ക്യൂസ്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അങ്ങനെ മൊത്തത്തിൽ വളരെ കൈയടക്കത്തോടു കൂടിയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഇത്ര സിനിമകൾ കുറേ നമ്മൾ കണ്ടതാണ്. ഈ ലോക്കൽ ഗ്യാങ് വാർ പരിപാടി മലയാളത്തിൽ തന്നെ അടുപ്പിച്ച് മറ്റേ തമീൻസിൻ്റെ മോനൊക്കെ അഭിനയിക്കുന്ന കുറേ പടങ്ങളുണ്ടല്ലോ, ആ ടൈപ്പ് മുറ അഭിനയെടുത്തിറങ്ങിയ മേനെ പേർക്ക് ആ ടൈപ്പ് പരിപാടി. പക്ഷേ അത് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, അത് കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നായികയുടെ ഏട്ടനായിട്ട് അഭിനയിച്ചത് അക്ഷയ് രാധാകൃഷ്ണൻ, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പിന്നെ ഒന്നും പറയാനില്ല, കാണുക എന്നുള്ളതാണ്. ടിപ്പിക്കൽ ലോക്കൽ ഗ്യാങ് വാർ മൂവി, വെട്ടും കുത്തും ഓട്ടവും അതൊക്കെ ചേസിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടി അവസാനത്തെ ആയപ്പോഴേക്ക് പടം നല്ല ഗ്രിപ്പിംഗ് ആയി. അതായത് ഇങ്ങനെ വന്ന് പടം കയറി, നല്ലോണം കയറി. ആ ഗ്രാഫ് അങ്ങനെ തന്നെ പോയിട്ടുള്ളത്. ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, എല്ലാം കിട്ടു ഫൈറ്റ്സ്. ഒന്നാം റിയലാണ് ഫൈറ്റ്, മറ്റേ ഡ്യൂപ്പിനെ വെച്ച് ബൾട്ടി അടിക്കുന്ന പരിപാടിയല്ല ഇത്. അതാ ഈ 4 പേരും കിട്ടില്ല ഫൈറ്റ്. പിന്നെ ഓഫ് കോഴ്സ് മറ്റുള്ള ആർട്ടിസ്റ്റുകളും. അങ്ങനെ ഒരു നല്ലൊരു ഒരു സാധനം കിട്ടി. പടം കാണാൻ നമുക്കൊരു സാധനം കിട്ടുമല്ലോ തിയേറ്ററിൽ നിന്ന്, വിത്ത് അറ്റ്മോസിൽ ഉള്ള പരിപാടി ആകുന്ന സമയത്ത് നല്ല. പിന്നെ സ്കോർ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി നന്നായിട്ട് സായി. അങ്ങനെയുള്ള ഒരു സിനിമ ഇത്. ഷെയ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സിനിമയിൽ പോലും മോശമായിട്ട് അഭിനയിച്ച അപൂർവ നടന്മാർ എങ്ങനെ ഉണ്ടാവും. ചില നടന്മാർ സിനിമ മോശമാകുമ്പോൾ അവരെ അഭിനയം മോശമാകും. എത്ര മോശം സിനിമയാണെങ്കിലും പരാജയപ്പെട്ട സിനിമയാണെങ്കിലും ഷെയ്ൻ ഓൾവേസ് ആ കൺസിസ്റ്റൻസി പുള്ളിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷെയ്ൻ കിട്ടലും പെർഫോമൻസ്, കാരണം കയ്യിൽ നിന്ന് പോകുന്ന സാധനം, പ്രത്യേകിച്ചും ഭയങ്കര ലൗഡായിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമ ഇമോഷണലി അവസാനം നല്ലോണം കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഉറക്കെ കരയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് കാണിക്കുമ്പോൾ അത് ഭയങ്കര ബോറായിട്ട് തോന്നും. മറ്റ് പല നടന്മാരും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് വളരെ നാച്ചുറലായിട്ട് കൺവിൻസിംഗ് ആയിട്ട് തന്നെ ഷെയ്ൻ ചെയ്തിട്ടുണ്ട്. ബൾട്ടി ഇപ്പോഴുള്ള സ്ഥിരം പരിപാടിയാണല്ലോ 2ാം ഭാഗം. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് വേറെ പല രീതിക്കും ഈ സിനിമ അവസാനിപ്പിക്കായിരുന്നു. പക്ഷേ അത് വളരെ നാച്ചുറലായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്.